അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാരെ, നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരു അറിവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും പതിവാക്കേണ്ട ഒന്നാണ് ബിസ്മി. ബിസ്മിയുടെ പ്രത്യേകതകൾക്ക് അതിരില്ല. എന്ത് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ബിസ്മി അതിൻ്റെ താക്കോലായിരിക്കണം. ഇരിക്കുന്ന സമയത്തും നിൽക്കുന്ന സമയത്തും നടക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഉറക്കിൽ നിന്ന് എണീക്കുന്ന സമയത്തും അങ്ങനെയുള്ള എല്ലാ നമ്മുടെ നല്ല പ്രവൃത്തി സമയത്തും ബിസ്മി ഉണ്ടായിരിക്കണം. പറഞ്ഞു വരുന്നത് മിക്ക ആളുകൾക്കും അറിയാത്ത, അവർ ജീവിതത്തിൽ ചെയ്യാത്ത ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഉറങ്ങാൻ പോകുന്ന സമയം നാം ബിസ്മി ചൊല്ലാറുണ്ടോ? ഉറങ്ങാൻ പോകുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നിങ്ങൾക്കറിയാമോ? റിസാലത്തുൽ ബസ്മല എന്ന കിതാബിൽ കാണാം, ഉറങ്ങുന്ന സമയത്ത് ഒരാൾ ബിസ്മി ചൊല്ലിയാൽ ആകാശവാസികൾ സന്തോഷിക്കും, ശൈത്താൻ മുഖം കുത്തി താഴെ വീഴും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാളെ മുതൽ നിങ്ങൾ ഈ കാര്യം നിത്യമാക്കണം. ചെറിയ ഒരു സമയം ഇതിന് ചെലവഴിച്ചാൽ മതി. ഇത് എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സിമ്പിളായ ഒരു കാര്യമാണിത്. അതായത് കിതാബ് മുജറബാത്തിൽ കാണാം, ഉറങ്ങാൻ പോകുന്ന സമയം 21 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിങ്ങനെ 21 തവണ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ചൊല്ലിയാൽ ആ രാത്രി ഒരു ആപത്തും അവന് സംഭവിക്കില്ല, ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസം അവന് ഉണ്ടാവുകയില്ല, കള്ളന്മാരുടെയും മറ്റ് ശല്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ആ രാത്രി ശൈത്താൻ നിന്നെ ശല്യം ചെയ്യുകയില്ല, പെട്ടെന്നുള്ള മരണം നിനക്ക് സംഭവിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ബിസ്മിയുടെ മഹത്വങ്ങൾ പറഞ്ഞാൽ തീരാത്ത അത്രയുമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ റബ്ബിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അർത്ഥം ചിന്തിച്ചുകൊണ്ട് നാളെ മുതൽ എല്ലാവരും 21 തവണ ചൊല്ലുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.